മോർണിംഗ് പപ്പാ. നിന്റെ ഗുഡ് മോർണിംഗ്. അല്ല നീ ഇപ്പൊ എവിടെയാ? ഇന്നലെ പാർട്ടി കഴിഞ്ഞ് ലേറ്റായി, അതുകൊണ്ട് ഇവിടെ തന്നെ ആയിരുന്നു. അല്ല നീ എപ്പോ വരും? ഞാൻ ഇപ്പൊ ഇറങ്ങിയേക്കാം. വേഗം വാ, നാളെ ഒന്നാവണം. മാക്സിമം 1 മണിക്കൂർ. ഞാനിപ്പോ എത്താം. ആ ശരി, ഓക്കെ ബൈ. ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. മണം അടിച്ച് രാവിലെ തന്നെ എണീറ്റില്ലടാ. അല്ല, ആരോടെ പറയണേ? ബഡി, എനിക്ക് പോണം. നാളെ ഒന്നാവണം. അച്ഛൻ വിളിച്ചിരുന്നു. നീ ഒന്ന് ഫ്രഷ് ആയിട്ട് പോടാ. ഓക്കെ. ഞാൻ അവൻ്റെ ഫോൺ റിങ് ചെയ്തു, ഒന്ന് എടുത്തു നോക്കിയേ. ആ, ഏതോ ഒരു അൺനോൺ നമ്പറാ. ആരോ നിന്നെ വിളിച്ചിരുന്നു. ആര്? ഏതോ ഒരു അൺനോൺ നമ്പർ. ഓട്. ഹലോ. ഹലോ, ഇത് ആരുടെ നമ്പറാ? എന്റെ ഫോണിൽ വിളിച്ചിട്ട് ഞാനായിരുന്നോ? എന്റെ ഫോണിൽ ഈ നമ്പർ കണ്ടിട്ട് വിളിച്ചതാ. ഇല്ല, ഞാൻ ഈ നമ്പറിൽ വിളിച്ചിട്ടില്ലല്ലോ. ഇങ്ങോട്ടും കോൾ വന്നായിട്ട് ഓർക്കുന്നില്ലല്ലോ. ആണോ? എടാ, നിങ്ങളാരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ലടാ. ഇല്ല. ഓ സോറി, ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും. ഇതെവിടെ സ്ഥലം? ഇത് ട്രിവാൻഡ്രം. ആ ഓക്കെ ഫൈൻ. ഹലോ ഹലോ. ഛേ, കട്ടായോ? നല്ല ശബ്ദമായിരുന്നു. ആരാടാ വിളിച്ചേ? അറിയില്ല. അൺനോൺ നമ്പറാ. റോങ് നമ്പർ ആയിരിക്കും. അപ്പം മച്ചാൻസ്, ഞാൻ ഇറങ്ങാം. ബൈ. ഞാൻ വൈകിട്ട് വിളിക്കാം. ശരി ബൈ. അമ്മുമ്മ.
ഒരു മിസ് അടിച്ചാലോ? സേവ് ചെയ്തേക്കാം അല്ലേ? ആഡ് കോണ്ടാക്ട്സ്, സേവ്, എക്സ്, ഡൺ. പല്ലവി ഓൺലൈൻ. ഹായ് പല്ലവി. ഓഫ്ലൈനാ? ഹലോ, എന്തിനാ വീണ്ടും വിളിച്ചേ? അത് ആക്ച്വലി ഈ നമ്പറിൽ നിന്ന് കോൾ വന്നതായിട്ട് ഓർക്കുന്നില്ല. പിന്നെ തനിക്ക് ഉറപ്പാണോ ഈ നമ്പറിൽ നിന്നാ കോൾ വന്നതെന്ന്? ഏയ് അത് സാരമില്ല. ഒരു അൺനോൺ നമ്പർ എന്റെ ഫോണിൽ കണ്ടപ്പോ വിളിച്ചെന്നേ ഉള്ളൂ. എന്റെ ഫോൺ ഞാനല്ലാതെ വേറെ ആരും ഇങ്ങനെ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് വിളിച്ചു നോക്കിയതാ. ആഹാ, ഓക്കെ. പിന്നെ എന്താ തന്റെ പേര്? പേര് അല്ല ശരത്. സി എന്താ ഇനീഷ്യലാണോ? അതെ 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 അതെ. പിന്നെ എന്ത് ചെയ്യുന്നു? ഞാൻ ബിടെക് ഫൈനൽ ഇയർ. ഓ, ഏത് കോളേജിലാ? രാംദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അതൊക്കെ പോട്ടെ, എന്താ ഇയാളുടെ പേര്? ഏയ് പേരൊന്നും ഞാൻ പറയില്ല. ഛേ, എന്ത് പരിപാടിയാ? ഞാൻ എൻ്റെ പേര് പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് പേര് പറയാൻ പറ്റില്ല. ഓക്കെ, എന്ത് ചെയ്യാ? എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്നെ ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടൂടെ? എന്നെ കുറിച്ച് ഒരു വിവരങ്ങളും ചോദിച്ചില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആകാം. ഓ അങ്ങനാണോ? ആയിക്കോട്ടെ. എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ നല്ല സ്വീറ്റ് വോയിസ് ആണ് കേട്ടോ. ഒരുപാടൊന്നും സൂചിപ്പിക്കില്ലേ മോനെ. ഇങ്ങനെ സൂചിപ്പിച്ചോണ്ട് ഞാൻ എന്നും വിളിക്കാനൊന്നും പോകുന്നില്ല. സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം. ഹലോ ഹലോ. ഛേ, മിസ് കോളോ? ഹലോ, എന്തൊരു മിസ് കോൾ? ഏയ് ചുമ്മാ ബോറടിച്ചപ്പോ വിളിച്ചതാ. ഓണായിട്ട് എന്താ പരിപാടി? ഓ, എന്ത് പരിപാടി? ടി വിയിൽ പുതിയ പടം ഇടും. ഇപ്പൊ ഓണമൊക്കെ ടി വിയിലല്ലേ? ശരിയാ. അതെ, എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നു. ഇപ്പം അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ വിളിച്ച? ആടാ, അഞ്ചു മ്യൂസിയത്തിൻ്റെ അവിടെ നിൽപ്പുണ്ട്. എൻ്റെ ബൈക്ക് സർവീസിന് കൊടുത്തേക്കുക. നീ ഇതുവരെ വാ. എന്താ ഇപ്പം അത്യാവശ്യം? അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? നിനക്കൊന്ന് വരാൻ പറ്റുമോ? ഓക്കെ, ഞാൻ എന്താ വരുന്നു. നീ റെഡി ആക്കിയോ? ഞാൻ ദേ ഇറങ്ങി നിൽക്കുക. ശരിടാ, അപ്പം ബൈ. നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ സ്വിച്ച്ഡ് ഓഫ് ചെയ്തിരിക്കുന്നു. ദയവായി പിന്നീട് വീണ്ടും ശ്രമിക്കുക. പിന്നെ I've been a shout to me, don't give me trying to get on the speed, some mill out in the way, but they don't realize the pain. Been a time making noise, but it's still not too late. Imagine life I never had it made this way. This is my rule, and I fucking rule down it. People in the speak, you never been allowed spotted. You better live in all these things and never give it up. And Joe, I'm gonna make some big, gonna make a Mac and get it up. There's nothing you can do, but I'm gonna leave another day.
ഡാ ഞങ്ങളെന്നൊന്ന് കാറ്റ് കൊണ്ടിട്ട് വരാം. കാറ്റ് കൊള്ളുന്നതൊക്കെ കൊള്ളാം. അവളുടെ അച്ഛനും ഞങ്ങളെ കണ്ട് നിന്റെ കാറ്റ് പോകാൻ നോക്കിയാൽ ശരി ശരി. ഹലോ, ഹലോ, എവിടെയപ്പോ? ഞാനൊരു ഫ്രണ്ടുമായി മ്യൂസിയം വരെ വന്നതാ. ഓ, വായി നോക്കാനായിരിക്കും. അവനാരെ കാണാനുണ്ട്. ഗേൾഫ്രണ്ട് ആയിരിക്കും അല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഏയ്, വെറുതെ പറഞ്ഞു നോക്കിയതാ. അല്ല, തനിക്കെന്താ ഗേൾഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? പറ്റാഞ്ഞിട്ടൊന്നും അല്ല, പിന്നെ there are no such beautiful girls, you know. അതിന് താനാരാ? ഫഹദ് ഫാസിലോ? ഓഫ്. ബഡി പോ. അവള് പോടാ. ആ അവള് പോയി. ആൽക്കോളിലിട്ട് ഞങ്ങൾ പോവാം. ഓക്കെ. ഇതാ വന്നോ. തെളിയും നിമിഷമിതാ ഒരു ചിരി ഹൃദയമതിൽ ചേരവേ നെഞ്ചകം നിൻമൊഴികളിൽ നിറയവേ എൻ പ്രാണനാം സംഗീതമിന്നതിൽ താളമായി നീ അലിയവേ അരികിൽ നീ നിൽപ്പൂ ഒരു ശലഭം പോൽ ചിറകാലെന്നെ പുണരവേ ചേരവേ നെഞ്ചകം നിൻമൊഴികളിൽ നിറയവേ എൻ പ്രാണനാം സംഗീതമിന്നതിൽ താളമായി നീ അലിയവേ ചേരവേ എൻ നെഞ്ചകം നിൻമൊഴികളിൽ നിറയവേ എൻ പ്രാണനാം സംഗീതമിന്നതിൽ താളമായി നീ അലിയവേ ചേരവേ എൻ നെഞ്ചകം നിൻമൊഴികളിൽ നിറയവേ എൻ പ്രാണനാം സംഗീതമിന്നതിൽ താളമായി നീ അലിയവേ ചേരവേ എൻ നെഞ്ചകം നിൻമൊഴികളിൽ നിറയവേ എൻ പ്രാണനാം സംഗീതമിന്നതിൽ താളമായി നീ അലിയവേ ഹലോ. ഹായ്, ഹായ്. ഫ്രീ ആണോ? അതെ, എന്തു പറ്റി? അത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയും. താനാദ്യം ചോദിക്കേ. അല്ല, നമ്മൾ ഇത്ര ഫ്രണ്ട്ലി ആയ സ്ഥിതിക്ക് തൻ്റെ പേരൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേരൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പേര് പറഞ്ഞില്ലേ? അറ്റ്ലീസ്റ്റ് ഇത് കോളേജാണെന്നെങ്കിലും. കോളേജോ? തനിക്ക് അങ്ങനെ തോന്നിയോ? അതുകൊണ്ടല്ലേ ചോദിച്ചേ. എന്നാ ഞാൻ കോളേജിലൊന്നും പഠിക്കുമല്ല, ഇപ്പൊ ജീവിതം പഠിച്ചോണ്ടിരിക്കുക. മനസ്സിലായില്ല. ഞാനൊരു ഹൗസ് വൈഫാണ്. ഇപ്പൊ മനസ്സിലായോ? ഹലോ. എന്നെ പറ്റിക്കാൻ പറഞ്ഞല്ലേ? അല്ലടോ. ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞുള്ളൂ? എന്തൊക്കെ തെറ്റിദ്ധാരണകൾ എന്നെ കുറിച്ച്. ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്.
അപ്പോ ചെറിയ കുട്ടികളാ? അല്ല, ഒരാൾ 10th-ലും മറ്റേയാൾ ബിടെക്കിനും പഠിക്കുക. അയ്യോ. ഇനിയുണ്ടോ സംശയങ്ങൾ? എന്നാലും ഈ ശബ്ദം കേട്ടിട്ട് എന്റെ ശബ്ദത്തിന് വലിയ മെച്ചൂരിറ്റി തോന്നാറില്ലെന്ന് പലരും പറയാറുണ്ട്. മൂത്തയാൾ ഏത് കോളേജിലാ? മാർത്തോമ കോളേജ്. അവിടെയോ? അതെ. എന്താ പേര്? ഏതിയറ? അതൊന്നും പറയാൻ പറ്റില്ല. താൻ കള്ളം പറഞ്ഞല്ലേ? താൻ അവിടെയല്ലേ പഠിക്കുന്നേ? അല്ലടോ. ഓ, അങ്ങനാണോ? അപ്പം ഞാൻ പിന്നെ വിളിക്കാട്ടോ, കുറച്ച് ബിസിയാ. ഓക്കെ. ഓക്കെ, ബൈ. ഹലോ. ഹലോ. ആ പറയ്. ഉറക്കത്തിലായിരുന്നോ? ഒന്ന് കിടന്നായിരുന്നു. സദ്യയൊക്കെ കഴിഞ്ഞോ? പിന്നെ 10 കൂട്ടം കറികളും കൂട്ടി ഉഗ്ര സദ്യ. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു സദ്യ. ആഹാ. പിന്നെ പായസവും. വീട്ടിലെന്തായിരുന്നു പായസം? ഇവിടെ കാണാൻ അല്ലല്ല, പാൽപ്പായസമായിരുന്നു. കുടിച്ച പായസം പോലും ഓർമ്മയില്ലേ? അത് ഈ ഉറക്കത്തിനിടയ്ക്ക് ആയതുകൊണ്ട്. അവിടെ എന്തായിരുന്നു? ഇവിടെ അടപ്പായസമായിരുന്നു. പിന്നെ ഇനി വൈകിട്ടെന്താ പരിപാടി? ഓ, എന്ത് പരിപാടി? വൈകിട്ട് ഫ്രണ്ട്സായി പുറത്തോട്ടിറങ്ങണം, അത്ര തന്നെ. ഓ, ഓണമൊക്കെ അടിച്ചു പൊളിക്കല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ പിന്നെ വിളിക്കാട്ടോ, ഞാൻ ഉറക്കത്തില്ല. ഓക്കെ ദെൻ ബൈ. ആ ഓക്കെ, ബൈ ബൈ. മറ്റേ വീഡിയോ കിട്ടി. ഏത് വീഡിയോ? നീ ഇന്നലെ പറഞ്ഞില്ലേ മറ്റേ? ഫോണതാ. അയ്യോ ഡാ, ഫോൺ മറന്നുപോയടാ. ഒന്ന് പോടെ. ഡാ വാ, ഫോൺ എടുത്തിട്ട് ഞാനോ? ഒന്ന് നീ വാടാ. തന്നെ പോയിട്ട് വാ, പോയിട്ട് വാ. ബൈ. പോടെ പോടെ. ഡാ വാ, കേറിട്ടോ. ഹായ് ആൻറ്റി. ആ ഇരിക്കു സിദ്ധു. ആ. അമ്മയും അച്ഛനും സുഖമായിരിക്കുന്നോ? ആ സുഖമായിരിക്കുന്നു. ആ ഓക്കെ, എങ്കിലിരി, ഞാൻ ഇപ്പോൾ വരാം. ആ ഓക്കെ ഓക്കെ ഫൈൻ. വിളിക്കണോ? വേണ്ടല്ലേ? ഇല്ലെങ്കിൽ വേണ്ട. സിദ്ധു, വീട്ടിലെന്തായിരുന്നു പായസം? വീട്ടിൽ പാൽപ്പായസമായിരുന്നു ആൻറ്റി. പഠിത്തമൊക്കെ എങ്ങനെ പോണു? അതൊക്കെ പിന്നെ അങ്ങനെ പോകുന്ന ആൻറ്റി. ആ ആ ശരി ശരി. അടപ്പായസം അവിടെ എന്തായിരുന്നു? ഇവിടെ അടപ്പായസമായിരുന്നു. മൊബൈൽ എക്സാം. പണി പാളി.
സിദ്ധു എന്തിനാ എന്റെ ഫോൺ എടുത്തേ? വെറുതെ ആൻറ്റി. ചോദിക്കാൻ എന്തിനാ ഫോൺ എടുത്തേ? സോറി ആൻറ്റി. സോറിയോ? എന്താ മമ്മ, എന്താ പ്രശ്നം? ആരുമില്ലേ? ശ്ശേ. അയ്യോ, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? അതും എൻ്റെ നമ്പർ. ഷേ, ഇവനെന്താ ഈ ഫോൺ എടുക്കാത്ത? കട്ട് ചെയ്ത് കളയുവാണല്ലോ. ആ, ഒന്നുകൂടെ വിളിക്കാം. ആ, അമ്മയുടെ ഫോണായോണ്ടായിരിക്കും എടുക്കാത്ത. ആ, ചേട്ടാ കളിക്കാൻ വരുന്നോ? ഇല്ലടാ, പൊയ്ക്കോ പൊയ്ക്കോ. ഒരു മോൻ 10-ല്, ഒരുത്തൻ ബിടെക്കിന്. നന്നായിരിക്കും. അളിയാ പോവാം. പിന്നെ വാ കേറ്.